Hi, welcome to Analysis by NAD. Today we will discuss about the topic IGNOU BPCC 104 Statistical Methods Standard Deviation. സോ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. സോ കമ്പ്യൂട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. സോ ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. ഈ രീതിയിലാണ് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ഡാറ്റ വരുന്നത് 7, 8, 10, 12, 11, 15, 18, 5 എന്ന് പറഞ്ഞ ഡാറ്റയാണ്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഡാറ്റ മൊത്തം ടാബുലേറ്റ് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഈ ഡാറ്റ മൊത്തം നമുക്ക് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ നമ്മൾ കംപ്ലീറ്റ് എഴുതണം. സോ അതിൻ്റെ സമ്മേഷനും കണ്ടുവെക്കണം. സോ പിന്നെ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ കാണണം. സോ എക്സ് ബാർ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ്. സോ മീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ മീൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം സം ഓഫ് ഒബ്സർവേഷൻ, അതായത് സമ്മേഷൻ ഓഫ് എക്സ് കംപ്ലീറ്റ് നമ്മൾ സമ്മേഷൻ ചെയ്യണം. അതിനുശേഷം അതിനെ നമ്മൾ സമ്മേഷൻ ഓഫ് ഒബ്സർവേഷനെ നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ കിട്ടുക. സോ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതായത് 86 ഡിവൈഡ് ബൈ 8 കിട്ടും. സോ സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണ്. സോ 8 ആണ് ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വരുന്നത്. 8 നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ സമ്മേഷൻ ഓഫ് എക്സ് കണ്ട സമയത്ത് നമുക്ക് കിട്ടി 86 ആണ് സമ്മേഷൻ വരുന്നത്. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 86 ആണ്. ഓക്കെ, സോ നമുക്ക് മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ 86 ഡിവൈഡ് ബൈ 8 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 10.75 എന്നുള്ള കാൽക്കുലേഷൻ കിട്ടും. 10.75 ആണ് മീനായിട്ട് നമുക്ക് കിട്ടുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 10.75. സോ നമുക്കിനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n-1 എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഡാറ്റ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n-1 ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എക്സ് മൈനസ് എക്സ് ബാർ കാണണം. സോ നമുക്കിതിനകത്തുള്ള എക്സിൽ നിന്നും എന്ത് ചെയ്യണം, എക്സ് ബാറിനെ മൈനസ് ചെയ്യണം. സോ നമുക്കുള്ള ഓരോ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ബാറിനെ മൈനസ് ചെയ്യണം. സോ എക്സ് ബാർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 10.75 ആണ്. സോ നമുക്കിതിനകത്തുള്ള ഓരോ ഒബ്സർവേഷനിൽ നിന്നും എന്ത് ചെയ്യണം, ഈ ഒരു 10.75നെ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 7 മൈനസ് 10.75. 7 മൈനസ് 10.75 എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് 3.75 കിട്ടും. പിന്നെ നമ്മൾ 8 മൈനസ് 10.75 കിട്ടും. സോ 8 മൈനസ് 10.75 ഇസ് ഈക്വൽ ടു മൈനസ് 2.75. പിന്നെ 10 മൈനസ് 10.75, അപ്പോൾ നമുക്ക് മൈനസ് 0.75 എന്ന് കിട്ടും. പിന്നെ 12 മൈനസ് 10.75, അപ്പോൾ നമുക്ക് 1.25 എന്ന് കിട്ടും. അതുപോലെ 11 മൈനസ് 10.75, 0.25 കിട്ടും. അടുത്തത് 15 മൈനസ് 10.75, 4.25 എന്ന് കിട്ടും. പിന്നെ 18 മൈനസ് 10.75, അപ്പോൾ നമുക്ക് 7.25 കിട്ടും. 5 മൈനസ് 10.75, അപ്പോൾ നമുക്ക് മൈനസ് 5.75 കിട്ടും. സോ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു, കണ്ടു. ഇനി നമുക്ക് എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കണം. എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ എടുത്തിട്ട് നമ്മൾ അതിനെ മൊത്തം എന്ത് ചെയ്യണം, സമ്മേഷൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷനിൽ അത് കമ്പ്യൂട്ട് ചെയ്യണം. സോ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ കാണുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റത്തെ ഒബ്സർവേഷൻ്റെത് 14.06 എന്ന് കിട്ടും. സോ മൈനസ് 2.75നെ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 7.56 എന്ന് കിട്ടും. അടുത്തത് മൈനസ് 0.75നെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 0.56 എന്ന് കിട്ടും. അടുത്തത് 1.25നെ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.56 എന്ന് കിട്ടും. അതിനുശേഷം 0.25നെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 0.06 എന്ന് കിട്ടും. പിന്നെ 4.25നെ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 18.06 എന്ന് കിട്ടും.
അടുത്തത് 7.25 നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 52.56 എന്ന് കിട്ടും. പിന്നെ -5.75 നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 33.06 എന്ന് കിട്ടും. സോ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ നമ്മൾ എല്ലാത്തിൻ്റെയും കണ്ടതിന് ശേഷമാണ് സമ്മേഷൻ എടുക്കേണ്ടത്. സോ സിഗ്മ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, അത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കത് ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടും 127.48, 127.48 നമുക്ക് കിട്ടും. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടൈപ്പിങ്ങിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. എക്സ് ബാർ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ മേലെ ഒരു ലൈന് വരയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n-1. സോ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂട്ട് ഓഫ് 127.48 ഡിവൈഡ് ബൈ 8-1 എന്ന് കിട്ടും. സോ 127.48 നമ്മൾ ആദ്യം തന്നെ 8-1 കൊണ്ട്, അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ മൊത്തം സ്ക്വയർ റൂട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് എല്ലാം കിടക്കുന്നത്. സ്ക്വയർ റൂട്ട് എടുത്തതിന് ശേഷം അല്ല എന്ത് ചെയ്യേണ്ടത്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നമുക്കിത് മൊത്തം എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ടിനകത്താണ്. അപ്പോൾ നമുക്ക് 127.48നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂവിനെ മൊത്തം സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് 4.26 കിട്ടും. 4.26. അപ്പോൾ 4.26 കിട്ടിയതിന് ശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. 4.26 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ഒരു കേസിൽ വരുന്നത്. ഓക്കെ, ആക്ച്വലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ആ ഒരു മീൻ വാല്യൂവിൽ നിന്നും അത് ഡീവിയേറ്റ് ചെയ്യുന്ന, അതായത് എക്സാക്റ്റ് വാല്യൂവിൽ നിന്നും ആ ഒരു ആൻസർ ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. 33 എന്ന് പറയുന്നതാണ് ഒരു മീൻ വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ആൻസറാണ്. 33 ആണ് ഒരു ക്ലാസ്സിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഒരു ക്ലാസ് റൂമിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം 33 ആണ് നമുക്ക് മീൻ വാല്യൂ ആയിട്ട് കിട്ടിയത്. ഓക്കെ, മീൻ വാല്യൂ 33 ആണെന്ന് വിചാരിക്കാം. സോ ആ ഒരു 33 ചിലപ്പോൾ എന്ത് ചെയ്യാം, വാരി ചെയ്യാം. അത് ചിലപ്പോൾ 30 ആവാം, അല്ലെങ്കിൽ 35 ആവാം. സോ രണ്ട് ഭാഗത്തേക്കും എന്ത് ചെയ്യാം, അത് വാരി ചെയ്യാം അല്ലേ. ആൻസർ അതിൻ്റെ യഥാർത്ഥ മീൻ വാല്യൂവിൽ നിന്നുമുള്ള ആ ഒരു ചേഞ്ചാണ്. അതായത് ഒന്നെങ്കിൽ വലതുവശത്തേക്ക് 35 ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് 30 ആവാം. സോ ആ രീതിയിൽ ആ ഒരു മീൻ വാല്യൂ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ആൻസറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷനിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. സോ നമ്മുടെ ആൻസർ കിട്ടിയ എന്താണ്, 4.26 ആണ്. സോ 4.26 നമ്മുടെ എക്സാക്റ്റ് മീൻ വാല്യൂവിൽ നിന്നും 10.75 ആണ് നമുക്ക് മീൻ വാല്യൂ കിട്ടിയിട്ടുള്ളത്. സോ ഒരു 10.75 നിന്നും അത് എത്രത്തോളം മാറാം, 4.26 ലെഫ്റ്റിലേക്കും മാറാം, 4.26 റൈറ്റിലേക്കും മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ചാൻസ് ആണ്, ആ ഒരു ഡീവിയേഷൻ്റെ തോതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻസും ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. സോ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.